നമ്മളെല്ലാവരും വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാ അല്ലേ? പക്ഷെ ഒരു ചെറിയ വിമർശനം കേട്ടാ മതി, ചിലപ്പോ നമ്മൾ ആകെ തളർന്നുപോകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ എങ്ങനെ നേരിടാം? റൂഹോ ഒക്കാവയുടെ തിങ്ക് ബിഗ് എന്ന പുസ്തകത്തിൽ ഇതിനൊക്കെയുള്ള അടിപൊളി വഴികളുണ്ട്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് എങ്ങനെ വിജയം നേടാമെന്ന് വാ നമുക്ക് ആ രഹസ്യങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അല്ലേ, ഇതൊരു വലിയ ചോദ്യം തന്നെയാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും വിമർശനങ്ങളുമൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് തളരാതെ പിടിച്ചു നിൽക്കുക? നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഇത് ആലോചിച്ചിട്ടുണ്ടാകും. അപ്പോ ഈ പുസ്തകം അതിന് ചില കിടിലൻ ഉത്തരങ്ങൾ തരുന്നുണ്ട്. അപ്പോ ഈ പുസ്തകം നമുക്ക് മുന്നിൽ വെക്കുന്നത് നാലേ സിമ്പിൾ തത്വങ്ങളാണ്. പക്ഷെ സിമ്പിൾ ആണെന്ന് കരുതി ചെറുതായി കാണണ്ട. നമ്മുടെ ചിന്തയും പ്രവൃത്തികളെയും മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള 4 ആശയങ്ങളാണിത്. റെഡിയല്ലേ? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ശരി, അപ്പൊ നമ്മുടെ ആദ്യത്തെ തത്വം, ഇത് തുടങ്ങുന്നത് മറ്റെവിടെയുമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു മാസ്റ്റർ കീ എന്ന് വേണമെങ്കിൽ പറയാം. ദാ ഈ ഒരു വാചകം, എനിക്ക് സുഖമാണ്, നന്ദി, നിങ്ങൾക്കോ? ഇതൊന്ന് മനസ്സിൽ ഉറപ്പിക്കാമോ? കാരണം എനിക്ക് സുഖമാണ് എന്ന് പറയുന്നത് വെറും ഒരു മറുപടി മാത്രമല്ല, അതൊരു തീരുമാനമാണ്. നമ്മൾ സ്വയം എടുക്കുന്ന ഒരു തീരുമാനം, ഒരു സ്ട്രോങ് മനോഭാവം. ഇതിനെപ്പറ്റി പറയുമ്പോൾ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ സ്കൂൾ കാലത്തെ ഒരു രസകരമായ അനുഭവം പറയുന്നുണ്ട്. പുള്ളിയുടെ ഇംഗ്ലീഷ് ടീച്ചർക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നു. എന്ത് സുഖമില്ലെങ്കിലും എത്ര ക്ഷീണിച്ചിരുന്നാലും ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഐ എം ഫൈൻ താങ്ക് യു എന്ന് തന്നെ പറയണം. അന്ന് അതൊരു വെറും ശല്യമായിട്ടാണ് തോന്നിയതത്രേ. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചറിഞ്ഞു, അതൊരു വെറും മര്യാദ പഠിപ്പിക്കലായിരുന്നില്ലെന്ന്. അപ്പോ ഇതാണ് ആ പോയിന്റ്. ഇതാണ് ആ ആം ഫൈൻ സ്പിരിറ്റ്. നമ്മുടെ ഉള്ളിലെ അവസ്ഥ ശരിക്കും എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ പുറത്തേക്ക് നമ്മളൊരു പോസിറ്റീവ് ഭാവം കൊടുക്കുമ്പോൾ അത് ആദ്യം മാറ്റുന്നത് നമ്മളെ തന്നെയാണ്. പിന്നെ നമുക്ക് ചുറ്റുമുള്ളവരെയും അത് സ്വാധീനിക്കും. ഇതൊരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സെൽഫ് ഡിസിപ്ലിൻ ആണല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ മനോഭാവം നമ്മൾ സെറ്റാക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മുടെ ചിന്തകളെ ഒന്ന് ക്ലിയർ ചെയ്യണം. അതായത് സങ്കീർണമായ ചിന്തകളെ എങ്ങനെ സിമ്പിളാക്കാം എന്ന് നോക്കാം. അതാണ് നമ്മുടെ രണ്ടാമത്തെ തത്വം. ഇത് കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസം പോലെ തോന്നാമല്ലേ? നമ്മൾ വിചാരിക്കും കൂടുതൽ അറിവും അനുഭവ പരിചയവും നല്ലതാണെന്ന്. പക്ഷെ അതോടൊപ്പം നമ്മുടെ ചിന്തകൾ കൂടുതൽ കോംപ്ലക്സ് ആവുന്നുണ്ട്. ഒരുപാട് ആലോചിച്ച് അവസാനം ഒരു തീരുമാനവും എടുക്കാൻ പറ്റാത്ത അവസ്ഥ, പേടി, ഇതിലേക്കൊക്കെയാണത് നമ്മളെ കൊണ്ടുപോകുന്നത്. എന്നാൽ സിമ്പിളായി ചിന്തിക്കുമ്പോഴോ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഒരു ധൈര്യം കിട്ടും. അപ്പോൾ ചോദ്യം ഇതാണ്, എങ്ങനെ നമ്മുടെ ചിന്തകളെ ഇങ്ങനെ സിമ്പിളാക്കാം? പുസ്തകം പറയുന്ന ഒരു കിടിലൻ ഉപമയുണ്ട്. നമ്മുടെ മനസ്സിനുള്ളിലെ ചിലന്തിവലകൾ തൂത്തുവാരി വൃത്തിയാക്കുക. എന്തൊക്കെയാണ് ഈ ചിലന്തിവലകൾ? പണ്ട് നടന്ന കാര്യങ്ങൾ ഓർത്തുള്ള വിഷമം, മറ്റുള്ളവരോടുള്ള ദേഷ്യം, അസൂയ, ഇതൊക്കെ അങ്ങ് അടിച്ചുവാരി കളയുക. എന്നിട്ട് ഇപ്പോ എന്താണോ പ്രധാനം അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇനി പറയാൻ പോകുന്ന പോയിന്റ് നമ്മൾ ശരിക്കും ഒന്ന് ഞെട്ടിക്കും. നമ്മൾ വിചാരിക്കും നമ്മുടെ കുറവുകളെപ്പറ്റി, നമ്മുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെപ്പറ്റി എപ്പോഴും ചിന്തിക്കുന്നത് ഒരു തരം എളിമയാണെന്നൊക്കെ. പക്ഷേ പുസ്തകം പറയുന്നത് എന്താണെന്നറിയോ? അതും ഒരു തരം സെൽഫ് സെന്റർനെസ് ആണെന്നാണ്. അതായത് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഒരുപാട് ചിന്തിക്കുന്നതിന്റെ വേറൊരു രൂപം മാത്രം. അപ്പൊ പിന്നെ ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്ന് എങ്ങനെ പുറത്തുവരും? അതിനും പുസ്തകത്തിൽ ഒരു വഴിയുണ്ട്. സിമ്പിളാണ്. നമ്മുടെ ശ്രദ്ധ നമ്മളിൽ നിന്നും മാറ്റുക. എന്നിട്ട് ആ ഫോക്കസ് മറ്റുള്ളവരെ സഹായിക്കുന്നതിലേക്ക് തിരിക്കുക. അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ നമ്മൾ സഹായിക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ സ്വന്തം പ്രശ്നങ്ങൾ എത്ര ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് യഥാർത്ഥ മെച്യൂരിറ്റിയിലേക്കുള്ള വഴി. ഓക്കെ, അപ്പൊ നമ്മുടെ മനോഭാവം ശരിയായി, ചിന്തകള് സിമ്പിളായി. ഇനിയിപ്പോ ഇത്രയും മതിയോ? പോരാ. ആ ചിന്തകളെ ഒരു പ്രവൃത്തിയാക്കി മാറ്റണമെങ്കിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വേണം. അതാണ് നമ്മുടെ മൂന്നാമത്തെ തത്വം, ധൈര്യം. ഈ ഒരു വാചകം ശരിക്കും ശ്രദ്ധിക്കണം. സത്യം പറഞ്ഞാൽ അറിവിന് പരിമിതികളുണ്ട്. എല്ലാം നമ്മുടെ ധൈര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? എത്ര വലിയ അറിവുണ്ടായിട്ടും കാര്യമില്ല. അത് പ്രാവർത്തികമാക്കാൻ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ ധൈര്യമില്ലെങ്കിൽ പിന്നെ ആ അറിവൊക്കെ വെറുതെയല്ലേ? പുസ്തകത്തിൽ ഇതിനൊരു കിടിലൻ ഉദാഹരണം പറയുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയിലെ വലിയ പ്രൊഫസർമാരെ പറ്റി. അവർക്ക് ഒരുപാട് അറിവുണ്ടാകും, പക്ഷേ പലരും പുതിയ പുസ്തകങ്ങൾ എഴുതാനോ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാനോ മടിക്കും. എന്താ കാരണം? ഒരു തെറ്റു പറ്റിയാൽ തങ്ങളുടെ പേരിന് കോട്ടം തട്ടുമോ എന്ന പേടി. കണ്ടില്ലേ, ഇവിടെ അറിവിനെ തളച്ചിടുന്നത് ധൈര്യമില്ലായ്മയാണ്. അപ്പോ നമ്മുടെ കയ്യിൽ പോസിറ്റീവ് മനോഭാവവുമായി, ചിന്തകൾ സിമ്പിളായി, പ്രവർത്തിക്കാൻ വേണ്ട ധൈര്യവുമായി. ഇനി അവസാനമായി ഒരൊറ്റ കാര്യം കൂടി. ഈ കിട്ടിയ ഊർജം ഇതെങ്ങനെ നമുക്ക് ചുറ്റുമുള്ളവരിലേക്കും എത്തിക്കാം?
അതാണ് നമ്മുടെ നാലാമത്തെയും അവസാനത്തെയും തത്വം. പുസ്തകം നമ്മളോട് പറയുന്നത് ഒരു സെൽഫ് ജനറേറ്റർ ആകാനാണ്. അതായത് സ്വയം പ്രകാശിക്കുന്ന ഒരു വിളക്ക്. മറ്റാരെങ്കിലും വന്ന് നമ്മളെ കത്തിക്കാൻ വേണ്ടി കാത്തു നിൽക്കരുത്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ വെളിച്ചം കണ്ടെത്തണം. ചുറ്റും എത്ര വലിയ ഇരുട്ടാണേലും ആ വെളിച്ചം കൊണ്ട് അതിനെ നേരിടണം. എന്നിട്ട് ആ വെളിച്ചം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഒരു വശത്ത് അജ്ഞത, പരാതികൾ, അസംതൃപ്തി, അതിന്റെയൊക്കെ ഒരു ഇരുട്ട്. മറുവശത്ത് സത്യം, പോസിറ്റിവിറ്റി, സന്തോഷം, അതിന്റെ വെളിച്ചം. നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? ഉറപ്പായും ആ വെളിച്ചത്തിന്റെ കൂടെ. ആ വെളിച്ചത്തിന്റെ പക്ഷം ചേർന്ന് പോരാടണം. അതിനെ ഒരിക്കലും കെട്ടുപോകാൻ അനുവദിക്കരുത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഓടിച്ചു നോക്കാം ഈ 4 തത്വങ്ങൾ. ഓർമ്മയുണ്ടല്ലോ അല്ലേ? 1. പോസിറ്റീവ് സെൽഫ് ഡിസിപ്ലിനു വേണ്ടി എനിക്ക് സുഖമാണ് എന്ന മനോഭാവം. 2. കാര്യങ്ങൾ വ്യക്തമായി ചെയ്യാൻ ലളിതമായ ചിന്ത. 3. അറിവിനേക്കാൾ പ്രധാനമായ ധൈര്യം. 4. ആ ധൈര്യത്തിൽ നിന്ന് വരുന്ന വെളിച്ചം മറ്റുള്ളവരിലേക്കും പകരുക. സിമ്പിൾ. അപ്പോ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ഇരുട്ടിനെയാണ് നിങ്ങളൊരു ചെറിയ വെളിച്ചം കൊണ്ട് ഇല്ലാതാക്കാൻ പോകുന്നത്? അത് ചിലപ്പോൾ ഒരു ചെറിയ പരാതി ഒഴിവാക്കുന്നതാവാം, അല്ലെങ്കിൽ പേടിച്ചിരുന്ന ഒരു കാര്യം ചെയ്യുന്നതാവാം. ആ വെളിച്ചം അത് നിങ്ങൾക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും ഒരു പുതിയ തുടക്കമായി മാറട്ടെ.